നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ പാരിസ്ഥിതിക അനുമതി നേടാനുള്ള കേരളത്തിന്റെ നീക്കം അനുവദിക്കരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഈ ആവശ്യം ഉന്നയിച്ച് സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തു നൽകി. നീക്കം സുപ്രീം കോടതി ഉത്തരവ് മറികടന്ന. ബാറുടമകൾ വിചാരിച്ചാൽ സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കുമെന്ന ധാരണയുണ്ടാകുന്നത് ശരിയല്ലെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ കെ ശിവരാമൻ. ഇങ്ങനെ ധാരണ ഉണ്ടാക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ബാർക്കോഴ വിവാദം ഉയർത്തിയിരിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനാണെന്നും കെ ശിവരാമൻ. കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത തങ്കമണി SI അയ്യൻ ബാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന നേതാക്കൾ. പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നത് ചോദ്യം ചെയ്ത തങ്കമണി SIയെ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന CPM നേതൃത്വം. ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾക്കൊരുങ്ങി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം. ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ ദേവാലയം ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തുന്നത് 25-ന്. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ പാരിസ്ഥിതിക അനുമതി നേടാനുള്ള കേരളത്തിന്റെ നീക്കം അനുവദിക്കരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഈ ആവശ്യം ഉന്നയിച്ച് സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകി. സുപ്രീം കോടതി ഉത്തരവ് മറികടന്നാണ് ഈ നീക്കം. പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ തമിഴ്നാട് കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കുമെന്ന് കത്തിൽ പറയുന്നു. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി 28-ന് നടത്താനിരിക്കുന്ന യോഗത്തിൽ പരിഗണനാ വിഷയമായി ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി തമിഴ്നാട് രംഗത്തെത്തിയത്. തമിഴ്നാട് സർക്കാരിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുമതി നൽകരുതെന്നുള്ള കത്തും തമിഴ്നാട് ഔദ്യോഗികമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകും. ബാറുടമകൾ വിചാരിച്ചാൽ സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കുമെന്ന ധാരണയുണ്ടാകുന്നത് ശരിയല്ലെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ കെ ശിവരാമൻ. ഇങ്ങനെ ധാരണ ഉണ്ടാക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ബാർക്കോഴ വിവാദം ഉയർത്തിയിരിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനാണ്. സർക്കാർ ചർച്ച ചെയ്യാത്ത കാര്യത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു. അതിൽ പറയുന്നത് 2.5 ലക്ഷം രൂപ വീതം കൊടുക്കണമെന്നാണ്. എന്തിനു കൊടുക്കണമെന്ന് ചോദിച്ചാൽ ബാറുടമ സംഘത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഗവൺമെൻറ് എടുക്കുന്നതിന് വേണ്ടി അവരുന്നയിച്ചിരിക്കുന്ന കുറേ ആവശ്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ കുറേ ബാറുടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെൻറ് അവർക്ക് വഴങ്ങിക്കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമുണ്ട്. ബാറുടമ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാർത്താലേഖനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനിമോനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അനിമോൻ വേറെ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ തീരുമാനിക്കാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് അനിമോൻ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്. രണ്ടാമത്തെ കാര്യം, വളരെ ഗൗരവമുള്ള വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത് ചോരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ 10-22 ബാറുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യങ്ങളൊക്കെ എൻ്റെ കയ്യിലില്ല. അതിലേതെങ്കിലും ഒരു ബാർ ഉടമയിൽ നിന്ന് തന്നെ പുറത്തു പോകാമല്ലോ. തങ്കമണി SIയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച UDF പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കള്ളക്കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇടിഞ്ഞമലയിൽ വെച്ച് തങ്കമണി SIയെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് കാണിച്ച ഇടിഞ്ഞമല വേവരക്കാട്ട് ഹരിപ്രസാദ്, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇലിപ്പുലിക്കാട്ട് എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കിയും കണ്ടാലറിയാവുന്ന മറ്റ് 5 പേരെ പ്രതി ചേർത്തുമാണ് തങ്കമണി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. എന്നാൽ പോലീസ് കെട്ടിച്ചമച്ചത് കള്ളക്കേസാണെന്നും സംഭവ സമയം ആനന്ദ് തോമസ് സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും
പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ചെന്ന സമയത്താണ് ആനന്ദ് സംഭവസ്ഥലത്ത് എത്തിയതെന്നും നേതാക്കൾ പറഞ്ഞു. കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതുപോലെയാണ് വീട് വളഞ്ഞ ആനന്ദിനെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കൊണ്ടുപോയത്. പോലീസിന്റെ ഇത്തരം കിരാത നടപടികൾക്കെതിരെയാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. ഒരു സംശയം വേണ്ട, ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ശക്തമായ പ്രക്ഷോഭങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ DYSP ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നാളുകളിലുണ്ടാകും. നിയമപരമായി ഞങ്ങൾ ഈ കേസിനെ നേരിടും. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തങ്കമണി SIയെയും കട്ടപ്പന DYSPക്കുമെതിരെ പോരാട്ടവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. അങ്ങനെ കോൺഗ്രസിനെ കള്ളക്കേസുണ്ടാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ അടിച്ചമർത്താമെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPMൻ്റെ അച്ചാരം വാങ്ങി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ DYSP ആയിക്കോട്ടെ തങ്കമണി SI ആയിക്കോട്ടെ ഇത്തരം കള്ളക്കേസുകൾ എടുക്കാനോ ആളുകളെ പീഡിപ്പിക്കാനോ തയ്യാറായാൽ നഖശിഖാന്തം അതിനെ എതിർത്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി നിയമ പോരാട്ടങ്ങളുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. കള്ളക്കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. DCC സെക്രട്ടറി ബിജോ മാണി, വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, UDF ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടുത്തുമുറി, കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് TM ഫ്രാൻസിസ്, ജോസ് തച്ചാപറമ്പിൽ, ജോസുകുട്ടി അരിപ്പറമ്പിൽ, രതീഷ് ആലേപ്പുരയ്ക്കൽ, തോമസ് കടുത്താഴെ, അഭിലാഷ് പരുന്തിരിക്കൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത തങ്കമണി SI അയ്യൻ ബാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ആനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒരു പോലീസുകാരന്റെ കൈയോട് ചേർത്ത് വിലങ്ങണിയിച്ച് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ നിയമവിരുദ്ധ അറസ്റ്റിന് ഒത്താശ ചെയ്തത് കട്ടപ്പന DYSP ആണെന്നും നേതാക്കൾ പറഞ്ഞു. ശനിയാഴ്ച നടക്കുന്ന പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന, ഈ നാട്ടിൽ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഒരു കൊടും ക്രിമിനലിനെ അല്ലെ ഒരു കൊലപാതക കേസിലെ പ്രതികളെ അല്ലെ മോഷണ കേസിലെ പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ വിലങ്ങ് വെച്ചുകൊണ്ട് പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനവുമായിട്ടാണ് SIയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസിന്റെ ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത തങ്കമണി SIയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക. പ്രതിഷേധ മാർച്ച് ബഹുമാനിയായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. നിയമവിരുദ്ധമായ രീതിയിൽ അറസ്റ്റും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന SIക്കെതിരെ നിയമ നടപടിയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരമുള്ള പ്രവണതകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് നടക്കുന്നതെന്നുള്ള പ്രതിഷേധകരമാണ്. അപ്പം ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ജില്ലയിലാകമാനം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പ്രതികാര ബുദ്ധിയോടെയുള്ള പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ, ജില്ലാ സെക്രട്ടറി മഹേഷ് മോഹനൻ, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അലൻ C മനോജ്, അഭിലാഷ് V ജോസ്, അലൻ S പുലിക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു. പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നത് ചോദ്യം ചെയ്ത തങ്കമണി SI അയ്യൻ ബാബുവിനെ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് CPM ഇരട്ടിയാർ ചെമ്പകപ്പാറ ലോക്കൽ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇൽപുലിക്കാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബലമായി മോചിപ്പിക്കുകയായിരുന്നു. പോലീസ് പിടിച്ചെടുത്ത മദ്യക്കുപ്പിയും ഇവർ കടത്തിക്കൊണ്ടുപോയതായും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പിടിയിലാകപ്പെടുന്ന അല്ലെങ്കിൽ കേസിന്റെ ഭാഗമായി വരുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവണത വെച്ചു പുലർത്തുന്നവരെ
എറ്റാർ പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പലതരത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുക. ഇത് ജനങ്ങൾക്കൊരു ഭീഷണിയാണ്. ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിനും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അവരുടെ ജീവനുമെല്ലാം ഭീഷണിയാകുന്ന തരത്തിലേക്ക് മാറുന്ന ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ സഹായിക്കുന്ന നിലപാടിൽ നിന്നും എറ്റാറ്റിലെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പിന്മാറണം എന്ന ആവശ്യം കൂടി ഞങ്ങൾ ഉന്നയിക്കും. ശാന്തിഗ്രാമിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച വ്യാജമദ്യം തയ്യാറാക്കിയുള്ള വിൽപ്പന വ്യാപകമാണ്. വിദേശ മദ്യം ചില്ലറയായി വിൽക്കുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും നേതാക്കൾ ആരോപിച്ചു. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് മദ്യപ സംഘങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടതോടെയാണ് പോലീസ് മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പ്രതികൾ മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇത് ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ പേർ സ്ഥലത്തെത്തി SIയെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റിച്ചി ഇലിപ്പിലിക്കാട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. മുമ്പും ഇതേ ഗ്രാമപഞ്ചായത്ത് അംഗം സർക്കാർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരട്ടിയാറിൽ CITU തൊഴിലാളികളെ മർദ്ദിച്ചതും വീട് കേന്ദ്രീകരിച്ച് വ്യാജ മദ്യം തയ്യാറാക്കി വിൽപ്പന നടത്തിയതും ഇതേ ഗൂഢസംഘങ്ങളാണ്. പോലീസിനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ കയ്യേറ്റം ചെയ്യുന്ന സമീപനം കോൺഗ്രസ് തിരുത്തണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം നിലനിർത്താൻ മദ്യപ സംഘങ്ങളെ നിയന്ത്രിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അവശേഷിക്കുന്ന പ്രതികളെയും വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുക. പലതരത്തിൽ പോലീസിനെ സ്വാധീനം ചെലുത്തി പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതിന് വഴങ്ങാതെ യഥാർത്ഥ മുഴുവൻ പ്രതികളെയും പോലീസ് അടിയന്തരമായി കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PB ഷാജി, ജോയി ജോർജ്, ഇരട്ടിയാർ ലോക്കൽ സെക്രട്ടറി ലിജു വർഗീസ്, ചെമ്പകപ്പാറ ലോക്കൽ സെക്രട്ടറി KD രാജു എന്നിവർ പങ്കെടുത്തു. ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ കുരുങ്ങി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം. ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ ദേവാലയം 25-ന് ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തും. വിപുലമായ പരിപാടികളോടെയാണ് ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത്. 25-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസിലിക്ക പ്രഖ്യാപനം നടക്കുക. 26-ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന ശതോത്തര രജത ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാ മെത്രാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ, സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും. 4 മണിക്ക് പൊതുസമ്മേളനം നടക്കും. തുടർന്ന് ഇടവകയിലെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ നടക്കും. വിപുലമായ പരിപാടികളോടെയാണ് ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഇടവക ഭാരവാഹികൾ അറിയിച്ചു. ഇരട്ടി മധുരം എന്ന രീതിയിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ ദേവാലയത്തെ ഒരു ബസിലിക്കയായിട്ട് ഉയർത്തിയിരിക്കുന്നു. അതിന്റെ തിരുക്കർമ്മങ്ങൾ 25-ാം തീയതി ഇവിടെ നടക്കുകയാണ്. വിജയപുരം രൂപതയുടെ അഭിവന്ദ്യ പിതാവ് സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ക്ലീമീസ് പിതാവ് വചന സന്ദേശം നൽകിക്കൊണ്ട് കേരള സഭയിലെ 3 റീത്തിൽപ്പെട്ട മെത്രാന്മാരും വൈദികരും സന്യസ്തരുമെല്ലാം ആ വലിയ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷത്തിലേക്ക് കടന്നു വരികയാണ്. 1898-ൽ സ്പാനിഷ് മിഷണായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം 2024 ഫെബ്രുവരി 27-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബസിലിക്കയായി ഉയർത്തിയത്. തേയിലത്തോട്ട പണികളുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത്. 1 വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ 26-നാണ് സമാപിക്കുന്നത്. നിർധനരായ വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സഹായം നൽകുക, നിർധനരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക തുടങ്ങി നിരവധിയായ സഹായ പദ്ധതികളാണ് ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കിയത്. മൂന്നാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബസിലിക്ക റക്ടർ ഫാദർ മൈക്കിൾ വലിയിഞ്ചിയിൽ, ജനറൽ കൺവീനർ PR ജെയിൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ JC ആന്റണി, ഫിനാൻസ് കമ്മിറ്റി സെക്രട്ടറി T ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കുറ്റവിമുക്തനാക്കിയ അർജുനും കുടുംബത്തിനും സ്വന്തം വീടുകളിൽ താമസിക്കാനും തൊഴിലെടുക്കാനുമുള്ള സംരക്ഷണം ഒരുക്കണമെന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി. പീരുമേട് DYSPക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ നൽകി.
കേസിൽ കുറ്റവിമുക്തനാക്കിയ അർജുനും ബന്ധുക്കൾക്കും സ്വന്തം വീടുകളിൽ താമസിക്കാനും തൊഴിലെടുക്കാനുമുള്ള സംരക്ഷണം നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി വണ്ടിപ്പെരിയാർ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി പീരുമേട് ഡിവൈഎസ്പിയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായും കമ്മീഷൻ വിലയിരുത്തി. അർജുന്റെ പിതൃസഹോദരന്റെ വീട്ടിൽ നടന്ന മോഷണ കേസിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ 2023 ഡിസംബർ 14 അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. കൊലപാതകം, ബലാത്സംഗം എന്നിവ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് V മഞ്ജുവാണ് വിധി പ്രസ്താവിച്ചത്. അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിക്കെതിരെ കുട്ടിയുടെ അമ്മയും പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിട്ടുണ്ട്. അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവിനെതിരെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ INTUC-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ സമരം ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി ജീവനക്കാരുടെ സംസ്ഥാന വിഹിതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നതുവരെ നൽകേണ്ടെന്ന ഉത്തരവിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. വിഹിതം നൽകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രഷറി ഡയറക്ടറുടെ ഉത്തരവ്. എല്ലാ ജില്ലാ സബ് ട്രഷറി ഓഫീസുകൾക്കുമായി നൽകിയ ഉത്തരവിലാണ് നടപടി. എല്ലാ ട്രഷറി ഓഫീസർമാരും നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ 1.5 ലക്ഷത്തിലധികം വരുന്ന അങ്കണവാടി ജീവനക്കാരുടെ സംസ്ഥാന വിഹിതം മുടങ്ങും. ഇതിൽ പ്രതിഷേധിച്ച് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം INTUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തുച്ഛമായ ശമ്പളം ഒരു തോട്ടത്തിലെ തൊഴിലാളികൾ ജോലിക്ക് പോകുമ്പോൾ 600 രൂപ ശമ്പളം മേടിക്കുന്നുണ്ട് ഇന്ന് ഈ മേഖലയിലെ. അതേപോലെ തന്നെ അവർക്ക് ബോണസ്, ഗ്രാറ്റുവിറ്റി ഇങ്ങനെയുള്ളത് വരുമ്പോൾ അവർക്ക് ഒട്ടേറെ സാമ്പത്തികങ്ങൾ അവർക്ക് ലഭിച്ചാലും അതേ തൊഴിലാളികളായിട്ടിരിക്കുന്ന ഈ അംഗനവാടി ഹെൽപ്പർമാർ, വർക്കർമാർ നിസ്സാരം 12 രൂപ 13 രൂപയ്ക്കുള്ള ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇന്നത്തെ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. കാരണം ഈ ഖജനായിൽ പൈസ ഇല്ലാതെ പോകാനുള്ള കാരണം ഇവർ തട്ടിപ്പ് നടത്തിയതും മോഷണം നടത്തിയതും സ്വന്തമായിട്ട് പാർട്ടിയെ വളർത്തിക്കൊണ്ടും പാർട്ടി ഓഫീസുകൾ പണിതുകൊണ്ടുമാണ് ഈ പിണറായി സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജാൻസി റെജി അധ്യക്ഷയായിരുന്നു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു ബേബി, ഷൈനി റോയി, KC ബിജു, ശരവണൻ കടച്ചിക്കടവ്, ജോബിൻ പാനോസ്, C മുരുകൻ, ഷാജി തത്തമ്പള്ളി, ജഗദീശൻ അറുമുഖം, അമൽ സജി, KD മോഹൻ, ടോമി മാറാട്ടിൽ, സണ്ണി തേവരതുണ്ടിയിൽ, ബേബിച്ചൻ മാർക്കോസ്, ML സജി തുടങ്ങിയവർ സംസാരിച്ചു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച് വ്യാപാരികൾ രംഗത്ത്. കച്ചവടക്കാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നാണ് പരാതി. 7 ദിവസത്തിനകം കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഐറിഷ് ഓടയോടൊപ്പം ഫുട്പാത്തുകളും നിർമ്മിക്കുവാനായിട്ടാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് രേഖപ്പെടുത്തി പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയത്. എന്നാൽ രാഷ്ട്രീയ പ്രേരിത ഇടപെടലാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആരോപണം. റോഡിനും ഓടയ്ക്കും ആവശ്യമായ വീതി നൽകിയിട്ടുണ്ട്. ഇതിനായി പല വ്യാപാരശാലകളുടെയും ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. എന്നിട്ടും പഞ്ചായത്തിന് അവകാശപ്പെടാത്ത ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച തങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മരുന്നിന് പോലും കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരോട് മാത്രമാണ് ഇത്തരത്തിൽ വേർതിരിവ് കാണിച്ച ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് വ്യാപാരിയായ സെബാസ്റ്റ്യൻ ജോസഫ് പറയുന്നു. ഇത് റവന്യൂ ഭൂമിയാണ്. സത്യത്തിൽ ഇത് പോർഷന്റെ സ്ഥലമായിരുന്നു, റവന്യൂവിന്റെ സ്ഥലമായിരുന്നു. പോർഷൻ വിട്ടുകൊടുത്ത പഞ്ചായത്തിന് അവകാശപ്പെട്ട സ്ഥലമല്ല നിയമപരമായിട്ട്. ഒന്ന്. രണ്ടാമത് ഇവിടെ ഈ ഇരിക്കുന്ന വെറും പാവങ്ങളെ, ഒരു നേരം കഞ്ഞി വെക്കാൻ മാർഗമില്ലാത്തവരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ റോഡിന് എന്തായാലും സ്ഥലം വേണം, ഇത് പൊളിച്ചു കൊടുക്കാൻ തയ്യാർ. അല്ലാത്തൊരു സംവിധാനം ശരിയല്ല ഇവര് കാണിക്കുന്നത്. ഇവര് കുറെ രാഷ്ട്രീയമായിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പിന്മാറണം. ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു മാസം മരുന്നിന് 10,000 രൂപ വേണം. അതിപ്പോ തൊട്ടപ്പുറത്തേക്കുന്ന ഒരു പാവൻ ചേച്ചി, വളരെ ദയനീയ അവരുടെ അവസ്ഥ. അതിങ്ങനെ കണ്ണിലോട്ട് നോക്കിയിട്ട് ഇതിന് പരാതി കൊടുത്തത് എല്ലാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് 3 വർഷം ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അഴിമതിയിൽ താഴെ പോയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുള്ളത്. അയാളും അയാളുടെ കൂട്ടത്തിൽ ഒപ്പിട്ട് കൊടുത്തവർ ഇവിടെ നിന്ന് പരിഹസിക്കുക. ഞങ്ങളെ അപ്പുറത്ത് നിന്ന് പടക്കം മേടിച്ചു വെച്ചിരിക്കാന്ന് പറഞ്ഞ് ഇത് പൊളിക്കാൻ വേണ്ടി ഇത്ര പരിഹാസം ചെയ്യുന്ന പരിപാടി മോശമാണ്. ഞാനൊരു വികലാംഗനാ, എനിക്ക് വേണം കേസ് കൊടുക്കാൻ അറിയാം. ആദ്യ ടാറിംഗ് ഉൾപ്പെടെ പള്ളിക്കവലയിൽ പൂർത്തിയായിരിക്കുകയാണ്.
ഇതിനുശേഷമാണിപ്പോൾ ഓടയുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നത്. നിലവിൽ പള്ളിക്കവലയിലെ വികസനത്തിന് വിപരീതമായി നിൽക്കുന്നത് വനം വകുപ്പാണ്. അതിന് പരിഹാരം കാണാതെ വ്യാപാരികളുടെ അന്നം മുട്ടിക്കുന്ന നടപടിയിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി കാഞ്ചിയാർ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അഞ്ചാനി പറഞ്ഞു. ഈ കാഞ്ചിയാറിലെ ഈ സെൻട്രൽ ഭാഗത്തെ വികസനത്തിന് ഏറ്റവും കടിഞ്ഞാണിട്ടിരിക്കുന്ന അതല്ലെങ്കിൽ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലിരിക്കുന്ന ഈ ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമിയാണ്. ഈ ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ കാഞ്ചിയാറിലെ ഈ പള്ളിക്കവലയുടെ വികസനം സുഗമമാക്കുവാനും ഈ പാവപ്പെട്ടവരായ ആൾക്കാരുടെ വ്യാപാരവും മറ്റുള്ള കാര്യം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. ഈ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ പല പ്രാവശ്യങ്ങളും കാഞ്ചിയാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കാര്യമാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൂടെ ഈ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റി. അപ്പോൾ എനിക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഈ വ്യാപാരികളുടെ ജീവിതമാർഗം മുട്ടിച്ചുകൊണ്ടുള്ള വികസനം ഒരു കാരണവശാലും നല്ല കാര്യമല്ല. അതുകൊണ്ട് ഇവർക്ക് നീതി നിഷേധിക്കുന്ന ഒരു ഭാഗത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയോ മുന്നോട്ട് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 7 ദിവസത്തിനകം ഉടമകൾ കെട്ടിടം പൊളിക്കാത്ത പക്ഷം അധികൃതർ നേരിട്ട് കെട്ടിടങ്ങൾ പൊളിക്കുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. 5ഓളം കെട്ടിടങ്ങളാണ് പഞ്ചായത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രായമായവരും വിവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുമാണ് കച്ചവടം നടത്തുന്നത്. പഞ്ചായത്ത് നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അടിമാലി കുമ്മളി ദേശീയപാതയിൽ കട്ടപ്പന കടമാക്കുഴി ഭാഗത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുവാൻ DFO അനുമതി നൽകിയിട്ടും നടപ്പിലാക്കുവാൻ നഗരസഭ ശ്രമിക്കുന്നില്ലെന്ന ആരോപണം. നഗരസഭാ സെക്രട്ടറിയോട് തോട്ടമുടമകളുമായി ചർച്ച നടത്തി മരങ്ങൾ വെട്ടിമാറ്റാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതും ഉണ്ടായിട്ടില്ല. ദേശീയപാതയിൽ കട്ടപ്പന കടമാക്കുഴി മുതൽ ആനവിലാസം വരെയുള്ള 10 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏലത്തോട്ടത്തിൽ നിൽക്കുന്ന നിരവധി വൻമരങ്ങളാണ് വാഹനയാത്രികർക്ക് അപകട ഭീഷണിയായി നിൽക്കുന്നത്. ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത്. കഴിഞ്ഞ വർഷം കാലവർഷത്തിൽ ആനവിലാസത്തിന് സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് മരം വീണിരുന്നു. ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെയും വാർഡ് കൗൺസിലറുടെയും നിരന്തര ശ്രമഫലമായി അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ DFO അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിന് തോട്ടമുടമകൾ തയ്യാറായില്ല. ഇതേ തുടർന്ന് വാർഡ് കൗൺസിലർ തങ്കച്ചൻ പുരയിടം വിഷയം നഗരസഭാ ഭരണസമിതിയെയും സെക്രട്ടറിയെയും അറിയിച്ചു. എന്നാൽ മരങ്ങൾ മുറിക്കുവാൻ ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നാണ് പരാതി. അപ്പോൾ ആ മരം വെട്ടി മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തം, ഇതുപോലുള്ള നമ്മുടെ ഇവിടുത്തെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുൻനിൽക്കുന്നത്. ഇപ്പോൾ 1 വർഷമായിട്ട് നമ്മളിത് പറഞ്ഞിട്ടും ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിന് ഒരു ഇടപെടിയിലോ അത് വെട്ടിമാറ്റാനോ ഒരു നടപടിയോ സ്വീകരിക്കുന്നില്ല. സെക്രട്ടറിയുടെ അടുത്ത് പലയാവർത്തി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഫയൽ എടുക്കുന്നുണ്ട്, ഈ ഫയൽ എടുക്കുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സെക്രട്ടറി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലുള്ള അനേകം വിധികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി വന്ന് കിടപ്പുണ്ട്. എന്നാൽ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് നടത്താൻ തയ്യാറാകേണ്ടത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്, ഇത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ്. ഇതേവരെയും അതിനുള്ള യാതൊരു നീക്കങ്ങളും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തുന്നു ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാലവർഷത്തിന് മുൻപായി ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശം ഉള്ളപ്പോഴാണ് നഗരസഭയുടെ അലംഭാവം. ഏതു നിമിഷവും കടപുഴകി അപകടം സൃഷ്ടിക്കാവുന്ന 7ഓളം മരങ്ങൾ ജനവാസ മേഖലയിൽ മാത്രമുണ്ട്. ഇവയെങ്കിലും അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. നഗരസഭയുടെ ട്രീ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ പിഴവുണ്ടെന്നും വാർഡ് കൗൺസിലർ ആരോപിച്ചു. വണ്ടിപ്പെരിയാർ ചെങ്കരപാതയിൽ വാളാടി എസ്റ്റേറ്റിന് സമീപം വൻമരങ്ങൾ കടപുഴകി വീണ അപകടങ്ങൾ പതിവാകുന്നതായി പരാതി. പ്രദേശത്തെ 10ഓളം വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമാണ് മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത്. ഇതോടെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. വണ്ടിപ്പെരിയാർ വാളാടി ചെങ്കര റോഡിൽ വാളാടി എസ്റ്റേറ്റ് റോഡ് സൈഡിൽ നിൽക്കുന്ന വൻമരങ്ങളാണ് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നത്. ബലക്ഷയമുള്ള വാഗ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശവാസിയായ ശങ്കർ എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടം സംഭവിച്ചിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് ശങ്കറും കുടുംബവും രക്ഷപ്പെട്ടത്. കാലവർഷം ശക്തമാകുന്നതോടെ ഇവിടെയുള്ള മറ്റു മരങ്ങളും കടപുഴകി വീണ് ഏതു സമയവും അപകടം സംഭവിക്കാമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഇരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മരം എങ്ങനെയെങ്കിലും വെട്ടിത്തരണം. ശങ്കറിൻ്റെ വീട്ടിൽ വീണിട്ട് അതിന് യാതൊരു പരിഹാരം ഉണ്ടാക്കിയില്ല. അപ്പുറത്തൊരു മരം വീണ് അത് അതേപടി കിടക്കുക. അതുപോലെ ഇത് എപ്പോഴാണ് വീടൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അതൊന്ന് വെട്ടി ശരിയാക്കി തരണം.
കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മേഖലയിൽ മരം കടപുഴകി വീണിരുന്നു. പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമാണ് വൻമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത്. മരങ്ങൾക്കടിയിലൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. ദുർഗന്ധം മൂലം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടി. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബസ് സ്റ്റാൻഡിൽ പുതിയ കംഫർട്ട് സ്റ്റേഷൻ തുറന്നത്. നിലവിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യമടക്കം സ്റ്റാൻഡിലൂടെ ഒഴുകുന്ന അവസ്ഥയിലാണ്. യാത്രക്കാർ ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡിന് സമീപത്തു കൂടിയാണ് മലിനജലം ഒഴുകുന്നത്. ഇതോടെ യാത്രക്കാർ സ്റ്റാൻഡിലേക്ക് വരാത്ത അവസ്ഥയായി. പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടു. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടുണ്ട്. കാരണം സ്റ്റാൻഡിൽ ഒരു മനുഷ്യൻ വന്ന് കയറി ഇരിക്കുന്ന ഒന്നുമില്ല. ബസ്സിൽ ആളില്ല. അപ്പൊ ഇതിന് ഒരു അടിയന്തരമായിട്ട് ഇതിനൊരു മാറ്റം വരുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഉദ്ഘാടനം ചെയ്തിട്ട്. എന്നിട്ട് ഇതുവരെ അവർ പറയുന്നത് എയെ കുറ്റം പറയുന്നുണ്ട്, പറയുന്ന കരാറുകാരനെ കുറ്റം പറയുന്നുണ്ട്. ആരുടെ ഭാഗത്താ തെറ്റാണെന്ന് നമുക്കറിയത്തില്ല. ഒരു കാരണവശാലും ഇവിടെ ഒരു മനുഷ്യനും ഇരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. വെയിറ്റിംഗ് ഷെഡിന്റെ തൊട്ട് പുറകെ കൂടെയാണ് അത് ഒഴുകുന്നത്. അതായത് ഒഴുകി ചെല്ലുന്നത് ടൗണിലേക്കുമാണ്. വ്യാപാരികളും നാട്ടുകാരും പലതവണ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിട്ടു. മുൻപും ഇവിടെ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകിയിരുന്നു. നിർമ്മാണത്തിലെ അപാകത മൂലമാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായതെന്നാണ് ആരോപണം. 2 നിലകളിലായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ പ്രായമായവർക്ക് ഉപയോഗിക്കാൻ ആവില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 3ാം വർഷ ചരിത്ര വിഭാഗം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സാന്ദ്ര സന്തോഷിനെ UDF ഇടുക്കി ജില്ലാ ചെയർമാനും അധ്യാപകനുമായ ജോയി വെട്ടിക്കുഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം അനുമോദിച്ചു. സാന്ദ്രയുടെ വീട്ടിലെത്തിയാണ് ഇവർ ഉപഹാരം നൽകിയത്. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ പഠിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 3ാം വർഷ BA ചരിത്ര വിഭാഗം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സാന്ദ്ര സന്തോഷിനെ അനുമോദിക്കാൻ നിരവധി ആളുകളാണ് തോപ്രാംകുടി ചന്ദനക്കവല ചെന്നാപ്പാറയിലെ വീട്ടിലേക്ക് എത്തുന്നത്. ദീർഘകാലം അധ്യാപകനായിരുന്ന കട്ടപ്പന നഗരസഭാ കൗൺസിലറും UDF ജില്ലാ ചെയർമാനുമായ ജോയി വെട്ടിക്കുഴിയും സഹപ്രവർത്തകരും വീട്ടിലെത്തി സാന്ദ്ര സന്തോഷിനെ അനുമോദിച്ചു. യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്നുമുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മലയോര മേഖലയിൽ നിന്നും നമുക്കറിയാം ധാരാളം നഗരപ്രദേശങ്ങളും എല്ലാം ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന പരിധിയിൽ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ഒരു ഹൈറേഞ്ചിൽ നിന്നും ഈ നമ്മുടെ ഈ വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി എന്നുള്ള ഗ്രാമത്തിലേക്കാണ് ഈ ഹിസ്റ്ററിയുടെ 1ാം റാങ്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അതിനകത്ത് അഭിമാനമുണ്ട്. ഇതൊരു നാടിൻ്റെ നേട്ടമായി തന്നെ കരുതുകയാണ്. സാന്ദ്രയ്ക്ക് മുന്നോട്ടുള്ള പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാന്ദ്ര സന്തോഷ് തന്റെ തിളക്കമാർന്ന വിജയത്തിലൂടെ കുടുംബത്തിന് മാത്രമല്ല നാടിനും മറ്റു വിദ്യാർത്ഥി സമൂഹത്തിനും വലിയ മാതൃകയായി മാറിയെന്ന് ജോയി വെട്ടിക്കുഴി പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, UDF വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, INDUC മണ്ഡലം പ്രസിഡന്റ് ബുഷ്മോൻ കണ്ണഞ്ചിറ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഐപ്പ് അറുകാക്കൽ തുടങ്ങിയ നേതാക്കളും വീട്ടിലെത്തിയിരുന്നു. തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി ബോധനയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും പഠന ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. കട്ടപ്പന ജ്യോതിസിൽ നടന്ന പരിപാടി തിരുവല്ല ആർച്ച് ഡയോസിസ് ജനറൽ വികാർ ഫാദർ വർഗീസ് മരുതൂർ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോധന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ധനസഹായവും വിതരണം ചെയ്തത്. 11 വർഷമായി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന പഠനോപകരണ ധനസഹായ വിതരണത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ജ്യോതിസിൽ സ്പർശം 2K24 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. 100ഓളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ, ബുക്കുകൾ തുടങ്ങിയ പഠനോപകരണങ്ങളും വിദ്യാഭ്യാസ ധനസഹായവും വിതരണം ചെയ്തു. തിരുവല്ല ആർച്ച് ഡയോസിസ് ജനറൽ വികാർ ഫാദർ വർഗീസ് മരുതൂർ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും കുടിയിറക്കുകളും വന്യജീവികളുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരേ ഒരു ഉത്തരവാദിത്വം പഠിക്കുക, മിടുക്കനായിട്ട് പഠിക്കുക, വളരുക, മിടുക്കനായിട്ട് വളരുക. അത് ഈശ്വരനെ അറിഞ്ഞു വേണം ജീവിക്കുവാൻ. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ആരോഗ്യപരമായ ബന്ധങ്ങൾ നല്ലതാണ്, ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് സിനിമയ്ക്ക് പോകാനും സ്കൂളിൽ പോകേണ്ട സമയത്ത് അപ്പനോട് പറയുക സ്കൂളിലാണെന്ന് പറഞ്ഞത് നീലക്കുറിഞ്ഞ് കാണാൻ
പറ്റിയ ഒരു സംസ്കാരത്തിന്റെ മേഖലയല്ല. പരിപാടിയിൽ ബോധന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനീഷ് സൈമൺ, കാഞ്ഞിരംതുങ്കൽ പ്രൊജക്ട് ഓഫീസർ അഖിൽ ജോൺ, കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര ചർച്ച് വികാരി ഫാദർ ഈപ്പൻ പുത്തൻപുര, പ്രൊജക്ട് കോർഡിനേറ്റർ റാണി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ക്രൈസ്തവ എഴുത്തുപുര ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ കേരള ചാപ്റ്ററുമായി സഹകരിച്ചു കട്ടപ്പന നരിയമ്പാറയിൽ പഠനോപകരണ സഹായ വിതരണം സംഘടിപ്പിച്ചു. പരിപാടി പ്രിൻസ് മറ്റപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ എഴുത്തുപുര ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ കേരള ചാപ്റ്ററുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ സഹായ വിതരണം സംഘടിപ്പിച്ചത്. നരിയമ്പാറ IPC പിനിയേൽ ഹാളിൽ നടന്ന യോഗം പ്രിൻസ് മറ്റപ്പള്ളി പഠനോപകരണം വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ, ശ്രദ്ധ എന്ന ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള വിവിധയിടങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് പഠന സഹായ വിതരണം അവർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ദിവ്യമായ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഏക ഉദ്ദേശം. ക്രൈസ്തവ എഴുത്തുപുര കേരള ചാപ്റ്റർ പ്രസിഡന്റ് സാമുവൽ ജോർജ്, പാസ്റ്റർമാരായ ബിൻസൺ കെ ബാബു, CV എബ്രഹാം, ടോം തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 വർഷത്തിൽ നിലവിലുള്ള HSST ജൂനിയർ ഹിന്ദി തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ 28 രാവിലെ 11:30 നടക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ദർശന അക്കാദമിയുടെയും കട്ടപ്പന പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ മെയ് 26-ാം തീയതി ഞായറാഴ്ച അനുമോദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447109185 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വേനൽമഴ ശക്തമായതോടെ ജലസമൃദ്ധമായി വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലൂടെ കടന്നുവരുന്ന ഓരോ യാത്രക്കാർക്കും നയന മനോഹര കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലൂടെ കടന്നുവരുന്ന ഏതൊരു യാത്രികന്റെയും മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് മുറിഞ്ഞപുഴയ്ക്ക് സമീപമുള്ള വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം സമ്മാനിക്കുക. കടുത്ത വേനലിൽ ഇത്തവണ നേരത്തെ തന്നെ വറ്റിവരണ്ട വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടത്തിന് വേനൽമഴ പുതുജീവൻ നൽകി. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയിൽ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം. ഇടുക്കിയിലേക്ക് എത്തുന്നവരും ജില്ലയിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് പോകുന്നവരും വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടത്തിൽ നിർത്തി ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാതെ പോകാറില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 146, വിൽപ്പനയ്ക്ക് വന്നത് 32,480, വിൽപ്പന നടന്നത് 32,184, കൂടിയ വില 2,706, ശരാശരി വില 2,078. കട്ടപ്പന കമ്പോളം
കുരുമുളക് കിലോഗ്രാമിന് 600 രൂപ, ഏലം കൂടിയ വില 2100, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6640 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ പാരിസ്ഥിതിക അനുമതി നേടാനുള്ള കേരളത്തിന്റെ നീക്കം അനുവദിക്കരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഈ ആവശ്യം ഉന്നയിച്ച് സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തു നൽകി. നീക്കം സുപ്രീം കോടതി ഉത്തരവ് മറികടന്ന. ബാറുടമകൾ വിചാരിച്ചാൽ സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കുമെന്ന ധാരണയുണ്ടാകുന്നത് ശരിയല്ലെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. ഇങ്ങനെ ധാരണ ഉണ്ടാക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ബാർക്കോഴ വിവാദം ഉയർത്തിയിരിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനാണെന്നും KK ശിവരാമൻ. കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത തങ്കമണി SI അയ്യൻ ബാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന നേതാക്കൾ. പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നത് ചോദ്യം ചെയ്ത തങ്കമണി SIയെ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന CPM നേതൃത്വം. ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾക്കൊരുങ്ങി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം. ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ ദേവാലയം ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തുന്നത് 25-ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.